ഏത് വിധേനയും തന്റെ വൃദ്ധന്മാരെ പോലും തെറ്റിച്ചു കളഞ്ഞ് ക്രിസ്തീയ മൂല്യങ്ങളും ദർശനങ്ങളും ഇല്ലാതാക്കാൻ സാത്താൻ അവന്റെ 18 അടവുകളും പയറ്റുമ്പോൾ അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് കാലഘട്ടത്തെ വിവേചിച്ച് സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവീൻ എന്ന ആഹ്വാനത്തോടും നാം കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല എന്ന മുന്നറിയിപ്പോടും കൂടെ APS സൺഡേ സ്കൂൾ സീനിയർ സ്റ്റുഡൻസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ത് സുഖമീ നരകയാത്ര. രക്ഷിക്കണേ എൻ്റെ ദൈവമേ. അയ്യോ എൻ്റെ ദൈവമേ, ഞാനിത് എവിടെയാ? എനിക്ക് എന്തുവാ സംഭവിച്ചേ? അയ്യോ, ഇതാരാ? നമ്മുടെ വർക്കിച്ചനല്ലേ? എടാ കുഞ്ഞെ, നീ ഇങ്ങ് വന്നോ? എൻ്റെ അമ്മോ, ഇത് യോനാച്ചാനല്ലേ? അച്ഛാ, ഇന്നലെയല്ലേ നിങ്ങളെ നാട്ടുകാരും സഭക്കാരും എല്ലാം കൂടെ കണ്ണുനീരോടുകൂടെ പരദേശത്തേക്ക് പറഞ്ഞു വിട്ടത്? എൻ്റെ അച്ഛ, എന്തോ പൂക്കുറ്റി സാക്ഷ്യമായിരുന്നു അച്ഛനെ കുറിച്ച് എല്ലാവരും പറഞ്ഞത്. ആണോടാ? ഒന്നും കേൾക്കാൻ പറ്റിയില്ല എനിക്ക്. കുഞ്ഞെ, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ, മാനമര്യാദയ്ക്ക് ചർച്ചിലൊക്കെ പോയി നന്നായിട്ട് കർത്താവിന് വേണ്ടി ജീവിച്ചെങ്കിൽ മാത്രമേ ഈ മാതിരിയുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്കറിയാത്തതല്ലേ അച്ഛനെ. ജീവിതത്തിൽ ഇന്ന് വരെ അച്ഛനെ കാണാത്തവരൊക്കെയാ വന്ന് പൊക്കി അടിച്ചേച്ച് പോയത്. പിന്നെ അതിരിക്കട്ടെ അച്ഛാ, ഇതേതാ സ്ഥലം? എനിക്ക് പേടിയാകുന്ന അച്ഛാ. എടാ മോനെ വർക്കി, ഇതാണ് നമ്മുടെ ഉപദേശിമാരൊക്കെ പ്രസംഗത്തിൽ പറയുന്ന നിത്യതയുടെ തീരം, അല്ലെ നിത്യതയുടെ തുറമുഖം എന്നൊക്കെ പറയുന്ന സ്ഥലം. ഓഹോ, അതാണോ ഈ സ്ഥലം? അപ്പം അച്ഛൻ ഇപ്പോഴും തീരത്ത് നിൽക്കുന്നേ ഉള്ളോ? ഉള്ളി കേറിയില്ലേ? അല്ല അച്ഛാ, അതെന്തു വെച്ചാ 2 ഗേറ്റ് അവിടെ കാണുന്നേ? നീ കണ്ടില്ലേ എഴുതിയേക്കുന്നേ? ഒന്ന് സ്വർഗത്തിലേക്കും ഒന്ന് നരകത്തിലേക്കുമുള്ള കവാടങ്ങളാണത്. എൻ്റെ അച്ഛാ, എന്തോ അടിപൊളിയാതാ! സ്വർഗത്തിലേക്കുള്ളതിനേക്കാൾ എന്നോ സൂപ്പറാ നരകത്തിലെ കവാടം. അച്ഛാ, അവന്മാര് മൊത്തം മിന്നിച്ചിട്ടുണ്ടല്ലോ. ഫോഗ് ലാമ്പ്, LED ലൈറ്റൊക്കെ വെച്ച് കൊള്ളാം കേട്ടോ, അടിപൊളി. എൻ്റെ പൊന്നു കുഞ്ഞെ, നീ അങ്ങോട്ടൊന്നും പോയേക്കല്ലേ, ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പരിപാടികളാ. നിനക്ക് 8ന്റെ പണി കിട്ടും. അച്ഛാ, നല്ല ബാർബിക്യൂന്റെ മണം വരുന്നുണ്ടല്ലോ. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? എടാടാ, അങ്ങോട്ടൊന്നും പോയേക്കല്ലേ, അവന്മാർ തന്നെ കെണിയിലാക്കും. ഇങ്ങ് പോരും മോനെ. എൻ്റെ അച്ഛാ, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്തോ അടിപൊളി പാട്ടാ, നല്ല DJ പാർട്ടിയുടെ സൗണ്ട്. നാട്ടിലായിരുന്നപ്പോൾ പോലും നേരെ ചൊവ്വന് ഒറ്റ പാർട്ടിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്നും ആരാധന പ്രാർത്ഥന എന്നും പറഞ്ഞ പെണ്ണുമ്പുള്ള പുറകെ അങ്ങ് നടക്കുമായിരുന്നു. ഇവിടെയെങ്കിലും വന്നിട്ട് സ്വസ്ഥമായിട്ടൊന്ന് കുറച്ചൊക്കെ നേരം കറങ്ങണം. എന്റെ പൊന്നോ, എന്തോ രസ, സൂപ്പർ സൂപ്പർ. എന്റെ പൊന്നോ, ഇത് എന്തൊരു വഴിയാടേ, അടിപൊളി. നാട്ടിലെ ഉപദേശിമാരൊക്കെ അടിയോടടിയായിരുന്നു. നരകത്തിൽ തീയുണ്ട്, പുകയുണ്ട്, പുഴുണ്ട്, എന്തൊക്കെയായിരുന്നു ചുമ്മാ പേടിപ്പിക്കാൻ. ഇതെന്തൊരു അടിപൊളി സ്ഥലമാ. എന്തായാലും വേണ്ടില്ല, ഞാനൊന്ന് കേറിയിട്ടേ വരുന്നുള്ളൂ. എൻ്റെ യോനാച്ചാ, അച്ഛാ ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഓടി ഇങ്ങി വരാം. എൻ്റെ പൊന്നു വർക്കിച്ച, നാം കണ്ണിന് കാണുന്നൊന്നും സത്യമാകണമെന്നില്ല. നീ അങ്ങോട്ട് പോകണ്ട, നമുക്ക് പറ്റിയ സ്ഥലമല്ല മോനെ അത്. നീ ഇങ്ങ് പോ. അച്ഛാ, ഞാൻ ഒന്ന് ചെന്ന് കണ്ടിട്ട് ഇങ്ങി വരാം അച്ഛാ. അവിടെ നിൽക്കത്തില്ല. എന്തോ ഈ ഉപദേശിമാർ പറയുന്നതൊക്കെ സത്യമാണോ എന്നൊന്ന് നോക്കട്ടെ. അച്ഛൻ കയറിപ്പോലെ, ഞാൻ ഇപ്പം ഇങ്ങി വരും കേട്ടോ. നിങ്ങൾ വട്ടക്കാലയിൽ വർക്കിച്ചനല്ലേ? അതെ അതെ, നിങ്ങളാരാ? ഞാൻ ലഗി, ഈ രാജ്യത്തെ കുട്ടി സാത്താനാണ്. അയ്യോ, നിങ്ങളാണോ കുട്ടി സാത്താന്മാര്? കണ്ടിട്ട് പറയത്തില്ലല്ലോ. അതെ അതെ, ഞങ്ങൾ തന്നെയാണ്. അപ്പൊ പിന്നെ ഈ ലൂസിഫർ അതിയാൻ എവിടെയാ ഇരിക്കുന്നേ? ഇതാണ് ഞങ്ങളുടെ ബോസ് ലൂസി. എന്റെ അമ്മോ, ഇതാണോ ലൂസിഫർ? ഞാൻ കരുതിയത് 2 കൊമ്പും
വാലും ഒക്കെ വെച്ച് പല്ലിളിച്ചിരിക്കുന്ന ഒരു രൂപമായിരുന്നു. പക്ഷേ ഇതിപ്പോ ഒരു ജെന്റിൽമാൻ ലുക്കാണല്ലോ. സൂപ്പർ, അടിപൊളി. വർക്കിച്ച, നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അയ്യോ, സാറ് എന്നെ അറിയുമോ? അറിയുമോന്നോ? എന്തൊരു ചോദ്യം! ഞാൻ താങ്കളുടെ ഭവനത്തിലെ നിത്യ സന്ദർശകനല്ലായിരുന്നോ? ആട്ടെ, താങ്കൾ വളരെ ക്ഷീണിതനായി തോന്നുന്നല്ലോ. ആരവിടെ? വർക്കിച്ചന് കുടിക്കാൻ ഒരു ഷാർജ ഷേക്ക് എടുക്കൂ. മധുരം കുറച്ച് മതി, പുള്ളിക്ക് ഷുഗർ ഉള്ളതാണ്. എന്റെ ലൂസി, എന്തോ ഒരു സ്നേഹമുള്ളവരാ ഇവിടെ ഉള്ളവരൊക്കെ. ഈ പാസ്റ്റർമാരൊക്കെ നാട്ടിൽ എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിച്ചേക്കുന്നേ. നരകത്തിലങ്ങ് പുകയാ, തീയാ, പുഴുവാന്നൊക്കെയാ പറഞ്ഞത്. യോ, ഇവിടെ കാണുന്നില്ലല്ലോ. ഇതൊക്കെ സൂപ്പർ ഹൈടെക് ആണല്ലോ. മോനെ വർക്കി, നാട്ടിലെ കുറെ ഉടായിപ്പ് പാസ്റ്റർമാരും വിശ്വാസികളും ഒക്കെ അങ്ങനെ പറയൂ. എനിക്കിവിടെ അങ്ങ് ഇഷ്ടമായി ലൂസി. എൻ്റെ ഒരു സഹോദരൻ അവിടെ സ്വർഗത്തിൽ കയറാൻ നിൽപ്പുണ്ട്. ഞാൻ അവനെ കൂടി ഇങ്ങ് വിളിച്ചുകൊണ്ടിങ്ങി വരാം. അവന് ഇതിവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അത്ര അങ്ങോട്ട് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഞാൻ ചെന്ന് അവനോട് വിശദമായിട്ടൊന്ന് പറയട്ടെ. എടാ ലഗി, വർക്കിച്ചൻ പോകുന്നതിന് മുമ്പ് വൈകിട്ട് പുള്ളിക്ക് എന്തൊക്കെയാ വേണ്ടിയെന്നുള്ളതൊന്ന് ഓർഡർ ചെയ്തേക്കണേ. ഓ, ഇവിടെ ഇങ്ങനെയൊക്കെ സൗകര്യമുണ്ടോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, വൈകിട്ട് ഒരു കുഴിമന്തി ആയിക്കോട്ടെ. ഒരു സ്പെഷ്യൽ ഫലൂദ കൂടെ എടുത്തോണേ. അല്ലെങ്കിൽ പിന്നെ 2 എണ്ണം എടുത്തോ. ഒന്ന് യോനാച്ചനും കൂടെ വരുമായിരിക്കും, പുള്ളിക്കൂടെ കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ, എല്ലാം സെറ്റ്. വർക്കിച്ചൻ പോയിട്ട് വാ. പിന്നൊരു കാര്യം, അവനൊരു കടുംപെട്ട ഒറ്റ നടയ്ക്ക് പോരത്തില്ല. ഓക്കെ, ട്രൈ യുവർ ബെസ്റ്റ്. എടാ വർക്കി, നീ പോയിട്ടിങ്ങ് വന്നോ? പോയിട്ട് എന്തായി? എൻ്റെ പൊന്നു യോനാച്ച, ഞാൻ യോനാച്ചനെ ഓർത്ത് മാത്രം വന്നതാ. എന്തോ അടിപൊളി സ്ഥലമാണെന്നറിയാമോ? എന്തോ തങ്കം പിടിച്ച ആളുകളാണോ അവിടെ ഉള്ളത്. വർക്കി, പ്രലോഭനങ്ങളിൽ നാം മയങ്ങിപ്പോകരുത്. നരകത്തിൻ്റെ വാതിൽ വലുതും വിശാലവും നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദം പകരുന്നതുമാണ്. നീ അതിൽ വീണ് നിന്റെ നിത്യസ്വർഗം നഷ്ടമാക്കരുത്. എൻ്റെ വർക്കിച്ച, ആ പുക കണ്ട് പേടിച്ചിട്ടാണോ ഈ പറയുന്നേ? അതവിടെ വൈകുന്നേരത്തേക്കുള്ള ബാർബിക്യൂ ഉണ്ടാക്കുന്നതാണ്. ഞാൻ യോനാച്ചനൊരു സ്പെഷ്യൽ ഫലൂദ കൂടെ ഓർഡർ ചെയ്തിട്ടാ വന്നേ. എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ പോന്നു. വർക്കി, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവയിൽ നമ്മെ കുടുക്കി നമ്മുടെ നിത്യസ്വർഗം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് സാത്താന്റെയും അവന്റെ കൂട്ടരുടെയും തന്ത്രം. സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ, അതിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാണല്ലോ തിരുവചനം പറയുന്നത്. എൻ്റെ പൊന്നെ, ഇങ്ങനെ നാട്ടിലും ഇതുപോലെ തന്നെ. ഇപ്പൊ ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. കാടും വെട്ട്. ഇങ്ങനെ വിളിക്കാൻ വന്ന എന്നെ വേണം തൊഴിക്കാൻ. എന്താ വർക്കി, നീ ഇങ്ങനെയൊക്കെ പെറുപെറുത്ത് സംസാരിക്കുന്നത്? അല്ല യോനാച്ച, ഞാൻ വിചാരിക്കുമായിരുന്നു, നാട്ടിലായിരുന്നപ്പോൾ പോലും നന്നായിട്ടൊന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല. ആ പെണ്ണുമ്പിള്ള ഉപവാസം, പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നു. ഇനിയെങ്കിലും ഒന്ന് അടിച്ചു പൊളിക്കണം. ഞാൻ എന്തായാലും അങ്ങോട്ട് പോവുക. യോനാച്ച, സമയമായി നിത്യതയിലേക്ക് പ്രവേശിച്ചാൽ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ലൂസി, ഞാനിങ്ങ് വന്നേ. ആ വർക്കി, ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. നീ ഇങ്ങ് വന്നോ? എന്തിയേ നിന്റെ ഫ്രണ്ട് യോനാച്ചൻ? എൻ്റെ ലൂസി, അവൻ പണ്ടേ പള്ളിയും പ്രാർത്ഥനയും കൊണ്ട് നടക്കുന്നവനാ. ഞാൻ ഒത്തിരി വിളിച്ചു നോക്കി, ഒത്തിരി നിർബന്ധിച്ചു. പക്ഷേ അങ്ങനെ പോയി കേട്ടോ. സാരമില്ലെന്നേ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ആ ഫലൂദേ ഇങ്ങ് കിട്ടിയിരുന്നെങ്കിൽ കുടിക്കായിരുന്നു. ലഗി,
നമ്മുടെ വർക്കിക്ക് ആ കുഴിമന്തിയും ഫലൂടായും എല്ലാം കൂടി കൊണ്ടുപോവാ കൊടുത്തേരെ. അയ്യോ അയ്യോ അയ്യോ, ഇതെന്താ പരിപാടിയാ? ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞേ. അയ്യോ, ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞു. ഇപ്പൊ എന്താ പരിപാടിയാ? അയ്യോ, ഫലൂദയുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തുവാ ഇത്? അയ്യോ, ഇങ്ങനെയാണോ? എല്ലാരും വാടാ, ഇവനെ പിടിച്ച് ബാർബിക്യൂ ഫർണസിൽ ആദ്യം ഇടാം, അതിനുശേഷം അവനെ കുഴിമന്തിയാക്കി കളയാം. വാടാ എല്ലാരും. തീയാണ് ഇവിടെ. അയ്യോ, എന്തൊരു പുകയാ! അവനെ അയ്യോ, എന്തൊരു പുകയാണ്! അയ്യായേ, എന്റെ അമ്മോ, രക്ഷിക്കണേ! എന്റെ കർത്താവേ, എന്റെ യോനാച്ചാ, കുറച്ച് വെള്ളം എന്റെ നാക്കിലോട്ട് ഇട്ട് തരണേ. അയ്യോ, തീയാണ്, തീ തീ, അയ്യോ, തീയാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അയ്യോ, ഇവിടെ എല്ലാം തീയാണേ, കട്ടപ്പുകയാണേ, എന്റെ ജീവിതം അയ്യോ, എന്താ? എന്ത് പറ്റിയ ചായ? സഹിക്കാൻ പറ്റുന്നില്ലേ? ഓ, അയ്യോ, ഈ മനുഷ്യൻ ആകെ വേർത്ത് കുളിച്ചിരിക്കുകയാണല്ലോ. എന്ത് പറ്റിയ ചായ? കാര്യം പറ. അയ്യോ, ഇത് നീയായിരുന്നു? ഞാനിത് എവിടെയാ? ഈ തൊണ്ട ഉണങ്ങിയിട്ട് വയ്യ, കുറച്ച് വെള്ളം താടി. നിങ്ങൾ എന്താ മനുഷ്യ ഈ പറയുന്നേ? ഈ വെളുപ്പാങ്കാലത്ത് പേക്കിനാവ് കണ്ടോ? എടി സൂസി, നീ എന്താ ഈ ഒരുങ്ങി നിൽക്കുന്നേ? എങ്ങോട്ട് പോകാനാ? ഈ മനുഷ്യന്റെ സ്ഥലകാല ബോധമൊക്കെ പോയോ? രാവിലെ മുതൽ കിടന്ന് വിളിക്കുക, ഇന്നെങ്കിലും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ. ഞാൻ ഏതായാലും പോവാ. അവസാനമായിട്ട് ചോദിക്കുക, നിങ്ങൾ വരുന്നോ ഇല്ലയോ? അയ്യോടി, അത് എന്നോ ചോദ്യമാ. പിന്നെ ഞാൻ വരുന്നേ, നീ ഒന്ന് നിന്നേ, റെഡി ആകട്ടെ. നിങ്ങൾ തന്നെയാണോ ഈ പറയുന്നേ? നിങ്ങളല്ലേ പറഞ്ഞത് ഇത്രയും നാളും പ്രാർത്ഥനയും ഉപവാസവും എല്ലാം ഉഡായിപ്പാണെന്ന്? എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. എടി നീ ആ ഫോൺ ഇങ്ങെടുത്ത്, ഞാൻ ആ പാസ്റ്ററെ ഒന്ന് വിളിക്കട്ടെ. ഹലോ, പാസ്റ്ററല്ലേ? ഞാൻ ഈ വർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അടുത്ത ആഴ്ചയെ പാസ്റ്റർ സമയമുണ്ടോ? വീട്ടിലൊരു 7 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കണമായിരുന്നു. പിന്നെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസത്തെ ഫുഡ് അതെന്റെ വക ഞാൻ കൊടുത്തോളാം കേട്ടോ. എന്റെ ദൈവമേ, ഈ അച്ഛൻ എന്തോ പറ്റി? എന്തോ ഒരു മാനസാന്തരമായി ഉണ്ടായത്. ഞാൻ ഈ കാണുന്നതെല്ലാം സത്യമാണോ? എടി, ഇനി നേരത്തെ കാലത്തെയൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകണം. നേരെ ചൊവ്വനെ ദൈവത്തെ വിളിച്ച് ജീവിക്കണം. അങ്ങ് ചെല്ലുമ്പോഴേ ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. മൂക്കി കയറിയ പുകയുടെ മണം ഇതുവരെ പോയിട്ടില്ലടി സൂസി. എന്തായാലും എൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എടി സൂസി, ഇനി ജീവിക്കുന്നെങ്കിൽ കർത്താവിനായി, മരിക്കുന്നെങ്കിൽ കർത്താവിനായി, വല്ല വിധേനയും നിത്യതയ്ക്കായി ഒരുങ്ങാം. വാ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകാം. സമയം പോയി, വേഗം വാ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി